യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വഴി അടയുകയില്ല. നിങ്ങൾ ഭക്തി മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവവചനത്തെ ബഹുമാനിക്കുന്ന, ദൈവവചനത്തെ അനുസരിക്കുവാൻ ജീവിതം സമർപ്പിക്കുകയും അനുസരിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന, വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്ന, ദൈവത്തെ ഓണർ ചെയ്യുന്ന, ആരാധിക്കുന്ന, ദൈവദാസന്മാരെ, ദൈവമക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഭക്തി മുറുകെ പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ വഴി അടഞ്ഞു പോവുകയില്ല. യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ മുമ്പിൽ വഴി വെളിപ്പെട്ടു വരും. ദൈവം വെളിപ്പെടുത്തി തരും. നിങ്ങൾക്ക് അവകാശപ്പെട്ട നന്മകൾ നിങ്ങളെ തേടി വരും. അത് തടയാൻ ആർക്കും കഴിയില്ല. ദൈവത്തിൻ്റെ ദാസനായ കോരശിനോട് ദൈവം പറഞ്ഞു, കോരശൻ്റെ ഇടയനാണ്, എൻ്റെ അഭിഷിക്തനാണ്, അവനെൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും. ഞാൻ അവന് മുൻപേ പോകാൻ പോകുകയാണ്. എനിക്ക് അവനെക്കുറിച്ചൊരു ആലോചനയുണ്ട്, ഒരിഷ്ടമുണ്ട്, ഒരു ഹിതമുണ്ട്. അത് നിവൃത്തിയാകും. സമയമാകുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ഞാൻ അവൻ്റെ മുൻപേ പോകും. ഞാൻ അവൻ്റെ കരത്തിൽ പിടിക്കും. ഞാൻ അവൻ്റെ മുൻപിൽ വാതിലുകളെ തുറന്നു വയ്ക്കും. അവൻ്റെ മുൻപിൽ ഞാൻ അവന് നൽകിയ വാഗ്ദത്തങ്ങളെ അവൻ പ്രാപിക്കേണ്ടതിന്, അവനിലൂടെ വെളിപ്പെട്ടു വരേണ്ടതിന്, അവൻ്റെ മുൻപിൽ ഇന്ന് പകൽ തടസ്സമായി നിൽക്കുന്ന ദുർഘടങ്ങളെ നിരപ്പാക്കും. താമ്രക്കഥകളെ തകർക്കും. ഇരുമ്പോടാമ്പലുകളെ ഞാൻ ഖണ്ഡിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭക്തരാണെങ്കിൽ, ദൈവാശ്രയമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വഴി അടഞ്ഞു പോവുകയില്ല. ദൈവം നിങ്ങൾക്ക് മുൻപിൽ വഴി തുറക്കും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനായ ദൈവമാണ് അരുളി ചെയ്യുന്നത്. നീ ഭക്തി മുറുകെ പിടിക്കുന്നവനാണെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യമുണ്ട്. നിന്റെ കാര്യവും നിന്റെ വ്യവഹാരവും ഞാൻ തീർത്തു തരും. നിനക്ക് മുൻപിൽ ഞാൻ വാതിലുകളെ തുറന്നു വയ്ക്കും. നിന്റെ നന്മകൾ നിന്നെ തേടി വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ധൈര്യമായിരിക്കുക. നാളെയെക്കുറിച്ച് ഭാരപ്പെടണ്ട. ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടണ്ട. തലമുറകളെക്കുറിച്ച് ഭാരപ്പെടണ്ട. ദൈവത്തിന് വിചാരമുണ്ട്. ദൈവത്തിന് കരുതലുണ്ട്. ദൈവം അത് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അത് കാണിച്ചു കൊടുക്കുന്ന ദൈവമാണ്. വഴി തുറന്നു തരും ദൈവമാണ്. വാതിലുകൾ തുറന്നു വയ്ക്കുന്ന ദൈവമാണ്. നിനക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. നീ ഭക്തി മുറുകെ പിടിച്ചാൽ, നീ ദൈവത്തോട് എങ്ങനെയാണോ അങ്ങനെ തന്നെ ദൈവം നിന്നോട് പെരുമാറും. നീ നിഷ്കളങ്കരാണെങ്കിൽ ദൈവം നിന്നോട് നിഷ്കളങ്കനായിരിക്കും. വക്രനോട് ദൈവം വക്രത കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഭക്തി മുറുകെ പിടിക്കുന്ന നിന്നോട് ദൈവത്തിന് കരുണയുണ്ട്, സ്നേഹമുണ്ട്, മനസ്സലിവുണ്ട്, ആർദ്രതയുണ്ട്. അത് വെളിപ്പെട്ടു വരും. അത് വെളിപ്പെട്ടു വരും. ക്ഷമയോടെ നിൽക്ക്. ഭക്തിയിൽ തന്നെ നിൽക്ക്. അത് നിന്നെ തേടി വരും. നിന്റെ മുൻപിൽ അത് തുറന്നു വരികയാ. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.